വെൽക്കം ബാക്ക് ടു Xylem Learning. Xylem Learningന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, മലയാളം ക്ലാസ്സിലേക്ക്, ശ്രുതി ടീച്ചറിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. അപ്പോൾ ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം വരുന്ന പരീക്ഷയ്ക്കും അല്ലാതെ സ്കൂൾ പതിപ്പുകളിലേക്കൊക്കെ ആവശ്യം വരുന്ന ഒരു കാര്യവുമായിട്ടാണ്. ചോദ്യം എന്നൊന്നും ടീച്ചർ പറയുന്നില്ല, എങ്കിലും നിങ്ങളുടെ പാഠപുസ്തകത്തിലുണ്ട്. ഏതാണ് പാഠം എന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഒരു മുത്തശ്ശി കഥ തുടങ്ങുന്നു എന്ന് പറയുന്ന ഒരു യൂണിറ്റിൽ, ഒരു പാഠത്തിൽ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് എഴുതിയ തിക്കോടിയൻ അല്ലേ, തിക്കോടിയൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവർ 5ാം ക്ലാസ്സിലെ വീഡിയോസ് എന്ന് പറയുന്ന സെക്ഷനിൽ എടുത്തൊന്ന് നോക്കുക കേട്ടോ, അത് നിങ്ങൾക്ക് ആവശ്യം വരും. അപ്പോൾ ഇന്ന് ടീച്ചർ പറയുന്നത് എന്താണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനു മുൻപ് ഇതൊക്കെ കാണുന്നുണ്ടോ, ഇതൊക്കെ നമ്മുടെ സൈലത്തിൻ്റെ കേട്ടോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനങ്ങളാണ്. സമ്മാനം എന്ന് പറയുമ്പോൾ സൈലം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ക്ലാസ്സുകളാണ്. എത്രാം ക്ലാസ് മുതലുണ്ട്? 4 to നീറ്റ് JEE വരെയുണ്ട്. എന്താ നീറ്റ് JEE? MBBS പ്രിപ്പറേഷനാണ്. നീറ്റ് JEEയിലെ എഞ്ചിനീയറിംഗ് ആണ്. എല്ലാം അറിയാം നിങ്ങൾക്ക്. അപ്പോൾ തുടക്കം മുതൽ 4ാം ക്ലാസ് മുതൽ നമ്മളൊരു അടിത്തറയിട്ട് വരികയാണ്. വലിയ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും ഒക്കെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ +1 +2 അല്ലേ, കോമേഴ്സും സയൻസും എല്ലാ വിഷയങ്ങളും ഉണ്ട്. നിങ്ങളുടെ ഏട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടേ പറയാം. നമുക്ക് ആവശ്യം ഏതാണ്? നമ്മൾക്ക് ഈ പൃഥ്വി ബാച്ച് മാത്രമാണ് ആവശ്യമുള്ളൂ. കാരണം എന്താണ്, നമ്മുടെ 5ാം ക്ലാസ്സിൻ്റെ ബാച്ചാണ് പൃഥ്വി ബാച്ച്. പൃഥ്വി ബാച്ചിൽ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിൽ കാണുന്നതിലും കൂടുതലായിട്ട് എന്തൊക്കെയുള്ളതെന്ന് നിങ്ങൾക്കറിയോ? അവിടെ ഓരോ ചാപ്റ്ററായിട്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സും റെക്കോർഡഡ് ക്ലാസ്സും ഒക്കെ തരും അല്ലേ. അതിനുശേഷം യൂണിറ്റ് ടെസ്റ്റ് നടത്തും. നമ്മുടെ പൃഥ്വി ബാച്ചിലുള്ള മക്കൾ ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടാവും, അവർക്കത് മനസ്സിലാവും. പിന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു സെഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ബാച്ചാണ് പൃഥ്വി ബാച്ച്. ഈ ഒരു നമ്പറിൽ എല്ലാം ഒരു നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഇനിയിപ്പം ചേച്ചിമാരും അനിയത്തിമാരൊക്കെ ഉണ്ടെങ്കിലും ഈ നമ്പറിലേക്ക് തന്നെ വിളിച്ചാൽ മതി സൈലത്തിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ. എല്ലാവരും ബാച്ചിൽ ജോയിൻ ചെയ്യാം, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം. ഇന്ന് ടീച്ചർ പറയുന്നത് ഒരു സ്നേഹാനുഭവത്തെക്കുറിച്ചാണ് കേട്ടോ. സ്നേഹം എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല അല്ലേ. അതിരുകളില്ലാത്ത സ്നേഹം നമ്മൾ ആഗ്രഹിക്കും. സ്നേഹിക്കാൻ നമുക്ക് ആരെങ്കിലുമൊക്കെ വേണമെന്ന് എപ്പോഴും നമ്മൾ കൊതിച്ചുകൊണ്ടേയിരിക്കും. അച്ഛൻ്റെ സ്നേഹം, അമ്മയുടെ സ്നേഹം, അനിയൻ്റെ സ്നേഹം, അനിയത്തിയുടെ സ്നേഹം, സുഹൃത്തിൻ്റെ സ്നേഹം അല്ലേ. എല്ലാവരുടെയും സ്നേഹമാണ് നമുക്ക് വേണ്ടത്. ആ സ്നേഹം ഒരു വളമാണ്, ജീവിക്കാനുള്ള ഒരു വളമാണ് സ്നേഹം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സ്നേഹത്തെക്കുറിച്ച് നമ്മുടെ പാഠഭാഗത്തിൽ ഉണ്ണിക്കണ്ണനും മുത്തശ്ശിയും അമ്മയും തമ്മിലുള്ളൊക്കെ ഒരു ബന്ധത്തിൻ്റെ സ്നേഹത്തിൻ്റെ കഥയാണ് പറയുന്നത്. മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന് പറയുന്ന കഥയിൽ അതിൽ ഉണ്ണിക്കണ്ണനെ പറ്റിയും മുത്തശ്ശിയെ പറ്റിയും ഒക്കെ നമുക്കറിയാം. ഇവിടെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത എന്ന് ടീച്ചർക്ക് തോന്നുന്ന നിങ്ങളിങ്ങനെ അനുഭവിച്ച സ്നേഹത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നൊക്കെ പറഞ്ഞാൽ, മുത്തശ്ശിയുടെ സ്നേഹത്തെക്കുറിച്ച്, അധ്യാപകരുടെ സ്നേഹത്തെക്കുറിച്ച്, ചില ടീച്ചേഴ്സ് ഉണ്ട് സ്കൂളിലൊക്കെ, നിങ്ങളെ സ്നേഹം കൊണ്ടങ്ങ് പൊതിയൂലേ. അപ്പോൾ വീട്ടിൽ പോയാൽ നമ്മൾ അമ്മേനോടൊക്കെ പറയും, എനിക്ക് അമ്മേനെ അല്ല ഇഷ്ടം, എനിക്ക് എൻ്റെ ടീച്ചറെ ഇഷ്ടം എന്നൊക്കെ പോയി പറയുന്ന മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ടീച്ചർ അത്രമേൽ സ്നേഹം കൊടുക്കുന്നതുകൊണ്ടാണ് അത്രയും ഇഷ്ടം തോന്നുന്നത് അല്ലേ. ഇവിടെ ഒരു കുട്ടി മുത്തശ്ശിയെക്കുറിച്ച് മുത്തശ്ശിയെ പറ്റി അവതരിപ്പിക്കുന്ന ഒരു കവിതയുണ്ട്. നമ്മുടെ പാഠത്തിൽ ഉണ്ണിക്കണ്ണൻ്റെ മുത്തശ്ശിയെ പറ്റി, സ്നേഹമുള്ള മുത്തശ്ശിയെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ പക്ഷിക്കൂടാം കാതും വെച്ച് തുമ്പപ്പൂ മുണ്ടുമുടുത്ത് വെറ്റില പാക്കും നൂറുമായി ഉമ്മറവാതിലെത്തും നേരം വായിൽ നിന്നും തെച്ചിപ്പൂ മനസ്സു നിറയെ മുല്ലപ്പൂ എന്ന് പറയുന്ന ഒരു കവിത. ടീച്ചർ മുത്തശ്ശി എന്ന് പറയുന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട്. അതൊരു കുട്ടി മുത്തശ്ശിയെ പറ്റി ഓർക്കുന്നതാണ് മരിച്ചു പോയതിന് ശേഷം കേട്ടോ. അത് ടീച്ചർ മറ്റൊരു വീഡിയോയിൽ അല്ലെ ലൈവ് ക്ലാസ്സിൽ ടീച്ചർ ചൊല്ലിത്തരാം. ഇത്തരത്തിലുള്ള ഏതെങ്കിലും സ്നേഹാനുഭവം നിങ്ങൾക്കുണ്ടോ, അതിനെക്കുറിച്ച് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ സ്നേഹാനുഭവത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം തരാം. എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത്. അല്ലാതെ ഇത് എഴുതണം എന്നല്ല, ഇത് നല്ല ഇതിലും മനോഹരമായിട്ട്, ക്രിയാത്മകമായിട്ട്, സർഗാത്മകമായിട്ട് നല്ല ഭാഷ ഉപയോഗിച്ചിട്ട് എൻ്റെ മക്കൾക്ക് എഴുതാൻ പറ്റും. ഇത് ടീച്ചർക്ക് വേണമെങ്കിൽ കത്തയക്കാം കേട്ടോ. പല കത്തുകൾ എനിക്ക് വന്നിട്ടുണ്ട്. പലരുടെയും ചിത്രം വന്നിട്ടുണ്ട്, കവിതകൾ വന്നിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും ഇങ്ങനെ മറുപടി അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സ്നേഹാനുഭവം എഴുതിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊരു കത്തായിട്ട് എനിക്ക് അയക്കാം. ആർക്കെങ്കിലും ആരോടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയത്, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിച്ചത് എന്നുള്ളത് കേട്ടോ. ഇപ്പം ഞാനിതാ എൻ്റെ
മൂത്തമ്മ, എൻ്റെ മൂത്തമ്മ എന്ന് പറയുന്നത് അമ്മയുടെ ചേച്ചിയായിരുന്നു. അപ്പോൾ അമ്മയുടെ ചേച്ചിയെ പറ്റിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മൂത്തമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് എന്താണ് എന്നാണ് പറയുന്നത്. സ്നേഹം എന്നാൽ എനിക്കത് മൂത്തമ്മയാണ്. ഓർമ്മ വെച്ച നാളു മുതൽ പുത്തനുടുപ്പുകളും ചെരുപ്പുകളും ഞാൻ കാണാത്ത ഒരുപാട് പലഹാരങ്ങളുമായി മംഗലാപുരത്തു നിന്നും നാട്ടിലേക്ക് വരുന്ന മൂത്തമ്മ അമ്മയുടെ ഏറ്റവും മൂത്ത ചേച്ചിയാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും ദൂരെയുള്ളത് മൂത്തമ്മയാണ്. അതുകൊണ്ട് തന്നെ മൂത്തമ്മയും മക്കളും വരുന്നു എന്നറിയുമ്പോൾ തുടങ്ങും മനസ്സിൻ്റെ കാത്തിരിപ്പ്. വന്നാൽ എല്ലാവർക്കും അതൊരാഘോഷം തന്നെയാണ്. അവർ കൊണ്ടുവരുന്ന പെട്ടികൾക്കും ബാഗുകൾക്കും ഒരു പ്രത്യേക മണമാണ്. എനിക്കും അമ്മയ്ക്കും അനിയനും മാത്രമല്ല, കുടുംബത്തിലെ ഓരോരുത്തർക്കും മൂത്തമ്മ ആളെണ്ണി കൊണ്ടുവരും സമ്മാനങ്ങൾ. നല്ല മൊഞ്ചുള്ള ഡ്രസ്സും ചെരുപ്പുമെല്ലാം ഇട്ട് സ്കൂളിൽ പോകുമ്പോൾ എനിക്കൊരു പൊങ്ങച്ചമാണ്. കുട്ടികൾ ചോദിക്കും, പുതിയതാ? അഭിമാനത്തോടെ ഞാൻ പറയും, മംഗലാപുരമുള്ള മൂത്തമ്മ കൊണ്ടുവന്ന് തന്നതാന്ന്. അവർ തിരിച്ചു പോകുമ്പോൾ എല്ലാവർക്കും സങ്കടമാണ്. പിന്നീടുള്ള കാത്തിരിപ്പ് 2 മാസം സ്കൂൾ അടയ്ക്കാനാണ്. സ്കൂൾ അടച്ചാൽ ഞാനും ചേച്ചിയും എൻ്റെ മാമൻ്റെ മോള് കൂടെ മംഗലാപുരത്തേക്ക് വണ്ടി കയറും. മാമനോ ഏട്ടനോ ആരെങ്കിലും കൊണ്ടുവിടാൻ വരും. അവർ തിരിച്ചു വരുമ്പോൾ എനിക്ക് സങ്കടാവും. അമ്മയെ വിട്ട് നിൽക്കാൻ വലിയ പ്രയാസമുള്ള കുട്ടിയായിരുന്നു ഞാൻ, അതിപ്പോഴും കേട്ടോ. പിന്നെ അതങ്ങ് മാറാൻ മൂത്തമ്മയുടെ കുറുക്ക് വിദ്യകളുണ്ട്. മൂത്തമ്മ ഉണ്ടാക്കുന്ന ഓരോന്നിൻ്റെയും രുചി ഇപ്പോഴും നാവിലുണ്ട്. ഞങ്ങളുടെ ഇഷ്ടം നോക്കി ഓരോന്നും ഉണ്ടാക്കി തരാൻ മൂത്തമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. അവിടെ വീടിനടുത്ത് കുതിരോളി അമ്പലം. മൂത്തമ്മ എന്നും രാവിലെയും വൈകുന്നേരവും അവിടെ തൊഴാൻ പോകും. ഞങ്ങളും കൂടെ പോകും. നിറയെ തെളിച്ചമുള്ള അവിടം മൂത്തമ്മയോട് ചേർന്നിരിക്കുന്നത് ഇന്നും കണ്ണിൽ തെളിയും. എല്ലാവരോടും സ്നേഹത്തോടെ മാത്രം സംസാരിക്കുന്ന മൂത്തമ്മ, എല്ലാവർക്കും സമ്മാനവുമായി വരുന്ന മൂത്തമ്മ, എൻ്റെ പിറന്നാൾ ദിവസം കൃത്യമായി ഓർത്തു വെക്കുന്ന, അന്ന് പായസവും സദ്യയും ഒരുക്കി തരുന്ന മൂത്തമ്മ എനിക്ക് സ്നേഹത്തിൻ്റെ മങ്ങാത്ത ഓർമ്മയാണ്. ഞങ്ങളെ വിട്ടുപോയിട്ടും മൂത്തമ്മ തന്നുപോയ സ്നേഹമഴയിൽ ഞാൻ ഇന്നും കുളിരുന്നു. മൂത്തമ്മയെ പറ്റി പറയുമ്പോൾ എനിക്ക് ഇന്നും കണ്ണ് നിറയും. ഇതെൻ്റെ മക്കളുടെ മുന്നിലേക്ക് പറഞ്ഞു തരാൻ തന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഞാനും ഒരു സ്നേഹമഴ നനഞ്ഞു എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരു ഉദാഹരണമായിട്ട് എഴുതിയത്. അപ്പോൾ നിങ്ങൾ നനഞ്ഞ ആ സ്നേഹമഴയെക്കുറിച്ചാണ് നിങ്ങൾ എഴുതേണ്ടത്. എഴുതില്ലേ എല്ലാവരും? എല്ലാവരും എഴുതണം. പരീക്ഷയ്ക്ക് ഈ ഒരു ചോദ്യത്തിനൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്നേഹമഴ അല്ലെങ്കിൽ നിങ്ങൾ നനഞ്ഞ മഴ എന്ന് പറയുമ്പോൾ സ്നേഹം കൊണ്ട് നിങ്ങളെ സ്നേഹിച്ചൊരു കൂട്ടുകാരിയോ കൂട്ടുകാരനോ ആവാം. അതുപോലെ അച്ഛമ്മയോ അച്ഛനോ ആവാം, ഉമ്മാമയോ ഉമ്മൂമ്മയോ ആവാം, വല്യമ്മയാവാം, മൂത്തുമ്മയാവാം, മൂത്തപ്പയാവാം, അല്ലേ, മാമനാവാം, അങ്ങനെ ആരും ആൻറ്റി ആവാം, അമ്മായി ആവാം. അങ്ങനെ നിങ്ങളെ സ്നേഹം കൊണ്ട് ചേർത്ത് നിർത്തിയവരെ പറ്റി നിങ്ങളൊന്ന് എഴുതി നോക്കുക ഇന്ന് ഡയറിയിൽ. ഇത് കണ്ടതിന് ശേഷം കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. എന്നിട്ട് പറ്റുകയാണെങ്കിൽ സൈലത്തിൻ്റെ അഡ്രസ്സിലേക്ക് കോഴിക്കോട് ടീച്ചർക്കൊരു കത്ത് എഴുതാം കേട്ടോ. ഒരുപാട് കത്തുകൾ ടീച്ചർക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. ശ്രുതി വൈശാഖ്, ഫാക്കൽറ്റി ഓഫ് മലയാളം, Xylem ലേണിംഗ് ഫ്യൂച്ചർ ക്യാമ്പസ്, എരഞ്ഞിപ്പാലം, കാലിക്കറ്റ്. അപ്പോൾ ആ ഒരു അഡ്രസ്സിൽ കത്ത് എഴുതിയാൽ ടീച്ചർക്ക് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു സ്നേഹമഴ അല്ലെങ്കിൽ സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാനുണ്ടെങ്കിൽ എഴുതുക, ടീച്ചറെ അറിയിക്കുക. അപ്പോൾ അടുത്ത മറ്റൊരു ക്ലാസ്സിൽ ഇതുപോലുള്ള പരീക്ഷാ സാധ്യതയുള്ള ചോദ്യങ്ങളുമായിട്ട് ടീച്ചർ വരും. അപ്പോൾ ലൈവ് ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണണം കേട്ടോ. ഇനി ലൈവ് ക്ലാസ്സുകളൊക്കെ വരുന്നതായിരിക്കും. അതെല്ലാം ഈ പാഠം തന്നെ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ. ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം Xylem ലേണിംഗ്.